വീണ്ടും വാർത്തകളിലേക്ക്. മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെക്കാൻ ഇടുക്കി ജില്ലാ കളക്ടറുടെ ഉത്തരവ്. ഇനി ഒരു അറിയിപ്പുണ്ടാകും വരെ നിർമ്മാണ പ്രവർത്തികൾ പാടില്ലെന്നാണ് നിർദ്ദേശം. നേര്യമംഗലം മുതൽ മൂന്നാർ വരെ വിവിധയിടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായ സാഹചര്യത്തിലാണ് തീരുമാനം. ദേശീയപാതയിലെ അപകട സാധ്യത പഠിച്ച് ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ ഹസാർഡ് അനലിസ്റ്റ്, ജില്ലാ ജിയോളജിസ്റ്റ്, പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവർക്ക് നിർദ്ദേശം നൽകി. രാഹുൽ സുരേഷ് ചേരുന്നു. രാഹുൽ, ഇപ്പോഴെങ്കിലും ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. കാരണം ആ പ്രദേശവാസികൾ വലിയ ഭീതിയിലാണ്. അപ്പോൾ കാലാവസ്ഥയടക്കം ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, മണ്ണിടിച്ചിൽ ഭീതിയുള്ള സാഹചര്യത്തിൽ പഠിക്കണം, നടപടി ഉണ്ടായിരിക്കണം എന്നുള്ളതാണല്ലേ അറിയാൻ കഴിയുന്നത്? റോഷ്നി, അല്പം വൈകിയാണെങ്കിലും ആ തീരുമാനം ജില്ലാ ഭരണകൂടം എടുത്തു എന്നതാണ് ഇപ്പോഴും എടുത്തു പറയേണ്ട കാര്യം. കാരണം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ വിവിധ ഭാഗങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തികളാണ് കഴിഞ്ഞ ഒരു വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ അശാസ്ത്രീയമായ നിർമ്മാണത്തെ തുടർന്ന് വലിയ രീതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും ആളുകൾക്ക് വലിയ രീതിയിൽ ആശങ്ക ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇന്നലെയും ചീയപ്പാറയിൽ, മിനിഞ്ഞാന്ന് മൂന്നാറിലും ഈ മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതേ തുടർന്ന് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രി ഏതാണ്ട് 10 മണിയോടുകൂടിയാണ് ജില്ലാ കളക്ടർ ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. അത് പ്രകാരം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഒരു നിർമ്മാണ പ്രവർത്തികളും പാടില്ല എന്നാണ് പറയുന്നത്. അതുകൂടാതെ വിവിധയിടങ്ങളിൽ ഇപ്പോൾ അപകട ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച അടിയന്തരമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദേശീയപാതയിലെ അപകട സാധ്യത പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ജില്ലാ ഹസാർഡ് അനലിസ്റ്റ്, ജില്ലാ ജിയോളജിസ്റ്റ്, പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ ഉദ്യോഗസ്ഥർ ഇന്ന് തന്നെ പരിശോധന നടത്തി നാളെ അടിയന്തരമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. പക്ഷേ 3 ദിവസത്തേക്ക് ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് നൽകിയിരിക്കുന്നത്. ഇന്നലെ പകലും ഇന്നലെ രാത്രിയും അടക്കം ശക്തമായിട്ടുള്ള മഴ ജില്ലയുടെ മലയോര മേഖലകളിലും ഹൈ റേഞ്ചിലും അതുകൂടാതെ ലോ റേഞ്ചിലും അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഇപ്പോഴും മഴ സാധ്യത നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും മലയോര മേഖലകളിൽ അതീവ ജാഗ്രത വേണം എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഈ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്ന മേഖലയിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ പരമാവധി വേഗത കുറച്ച് യാത്ര ചെയ്യണം. അതുകൂടാതെ പരമാവധി രാത്രി യാത്ര ഒഴിവാക്കണമെന്ന നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടം നൽകുകയും ചെയ്തിട്ടുണ്ട്. റോഷ്നി, ശരി. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.